ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്, അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം വളരെ ശുഭമായിട്ട് തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ വീട്ടിലെല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. വേദ വിക്രമിനായിട്ട് വിക്രമിൻ്റെ മുറിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിക്രം വളരെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തുന്നത് കേട്ടോ. ശേഷം വീട്ടിലെത്തി വിക്രം വേദയെ മുറിയിൽ കണ്ടിട്ട്, നീ എന്താ കാട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയണം, നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് നമ്മളുടെ വിവാഹം കഴിഞ്ഞതല്ലേ, നമ്മളുടെ ആദ്യ രാത്രിയല്ലേ, ഞാൻ പിന്നെ ഇവിടെ കിടക്കാതെ പിന്നെ വേറെ എവിടെ കിടക്കാമെന്ന് ചോദിക്കണം. എനിക്ക് വെറുതെ ദേഷ്യത്തിനുണ്ടല്ലോ, ഇന്ന് അവസാനിച്ചില്ലേ നിന്റെ നാടകം? എത്ര ദിവസമായി എന്നെ ഇത് പറഞ്ഞിട്ട് നീ പ്രാന്താക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തമ്മിൽ കഴിഞ്ഞത് വിവാഹമൊന്നും അല്ല, അത് യാദൃച്ഛികമായിട്ട് നിൻ്റെ കഴുത്തിൽ വന്നത് വീണതിന് ഞാൻ ഇത് ചെയ്യാൻ പറ്റും? ഞാൻ അത് തട്ടി മാറ്റിയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ തട്ടി മാറ്റിയതാണെങ്കിലും അത് എൻ്റെ കഴുത്തിൽ തന്നെയല്ലേ വന്ന് വീണതെന്ന് ചോദിക്കണം. അവിടെ എത്ര പേരുണ്ടായിരുന്നു? വേറെ ആരുടെയെങ്കിലും കഴുത്തിൽ പോയി വീണാൽ പോരെ? അത് കറക്റ്റായിട്ട് എൻ്റെ കഴുത്തിൽ തന്നെ വീണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ വിക്രമൻ മറുപടി ഒന്നും പറയാനില്ല. അതാണ് ഈശ്വർ നിമിത്തം എന്ന് പറയുന്നത്. നിങ്ങളെ ഒരിക്കലും എന്നിൽ നിന്ന് പിരിക്കാൻ ദൈവത്തിന് പോലും ആഗ്രഹമില്ല. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? നിങ്ങളിങ്ങനെ ചെയ്യണ്ട, നമുക്ക് പരസ്പരം മനസ്സിലാക്കി ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഓ നിന്നെ മനസ്സിലാക്കി ജീവിക്കുന്നു, നീ ഒന്ന് പോകുന്നുണ്ടോ ഇവിടെ നിന്ന്? എന്നെ ഭ്രാന്താക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിക്രം ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പിന്നീട് ഒന്നും രണ്ടും പറഞ്ഞ് അവർ നല്ലപോലെ വഴക്കാവുന്നുണ്ട്. ശേഷം പോവാണ് കേട്ടോ. അതായത് വേദ അങ്ങനെ വിക്രമായിട്ട് വഴക്കൂടി വിക്രം ചെയ്ത് പറഞ്ഞിട്ടും അവൾ വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്, വേദയ്ക്ക് ഉറപ്പ് തന്നെയാണ്. എന്നിരുന്നാലും വിക്രമിനിട്ട് വട്ടാക്കണമല്ലോ, അതാണല്ലോ വേദയുടെ ജോബും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വേദ കിടക്കാൻ പോകുന്നു. പിറ്റേ ദിവസം രാവിലെ വിക്രമിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേദ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് രസകരമായ പരിപാടികളെല്ലാം തന്നെ വേദ വിക്രമിനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അതായത് ഉറങ്ങിക്കിടക്കുന്ന വിക്രമിന് സ്വീറ്റ്സ് കൊടുക്കുന്ന പോലെ കാട്ടണം. വിക്രമാണെങ്കിൽ ഉറക്കത്തിൽ അത് കഴിക്കാൻ പോകുന്ന പോലെ ആക്ഷനെ കാട്ടുന്നുണ്ട്. ശേഷം വേദയെ മുറിയിൽ കണ്ടിട്ട് വിക്രം ദേഷ്യം വരണം, നീ ഇവിടെ വന്ന് എന്നെ തൊകുരം കെടുത്തണോ, രാവിലെ തന്നെ തുടങ്ങി നിന്റെ കളയെന്ന് പറഞ്ഞിട്ട് അവളെ അടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് അവനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വേദ വന്നിട്ട് ഒരു വടിയെടുത്തിട്ട് വിക്രമിൻ്റെ തലാനായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ വിക്രം വന്നിട്ട് ഒരു ബോട്ടിലിൽ മൊത്തം വെള്ളം എടുത്തിട്ട് വേദയുടെ മേലേക്ക് എറിയാണ് കേട്ടോ. ലാസ്റ്റ് വേദ ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേദയെ കണ്ടിട്ട് വിക്രം ഇങ്ങനെ നോക്കുകയാണ്. വേദയും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നീട് വേദ വിക്രമിനോട് കുളിച്ച് റെഡിയാവും, നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, നീ എന്തിനാ അതൊക്കെ ചെയ്യേണ്ട കാര്യം, നീ അതൊന്നും ഇത് ചെയ്തു തരേണ്ട കാര്യമില്ലെന്ന് പറയാൻ കേട്ടോ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഒരു ഉത്തമ ഭാര്യയുടെ ലക്ഷണമാണ് അതൊക്കെ. ഭർത്താവ് എഴുന്നേൽക്കുമ്പോഴേക്കും ഭർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക, ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, അതൊക്കെ ഒരു ഭാര്യയുടെ കടമയില്ലേ? ഞാനിപ്പോൾ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു ഭാര്യയല്ലേ നിങ്ങളുടെ? അപ്പോൾ എനിക്കിതൊക്കെ ചെയ്തെന്നല്ലേ പറ്റുള്ളൂ. ഇത് നോക്കിക്കേ, നിങ്ങൾക്ക് വേണ്ടത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളെക്കാളും നല്ല സൗകര്യങ്ങളിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നു. ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ എടുത്തു വയ്ക്കാമെന്ന് പറയണം. അപ്പോൾ വിക്രം പറയണം, ഓ അങ്ങനെയാണോ, 5 സ്റ്റാർ ഹോട്ടലിൽ നിൽക്കുന്ന ഗസ്റ്റിനെ പോലെയാണോ നിന്നെ ട്രീറ്റ് ചെയ്യുന്നത്? എന്നാൽ ശരി, നിനക്ക് ഞാൻ 5-10 രൂപ ടിപ്പായിട്ട് തരാമെന്ന് പറയാം കേട്ടോ. അത് കേട്ടത് വേദയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ വേദ പറയണു, ഓ അങ്ങനെയാണോ, എന്നാലൊരു കാര്യം ചെയ്യാം, എൻ്റെ കഴുത്തിൽ കെട്ടി ഈ താലിക്ക് വേണ്ടി നിങ്ങൾക്ക് ഞാൻ എത്ര രൂപ തരേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി, ആ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയണം. അപ്പോൾ നീ എന്താടി എന്നെ കൂലിക്കാരനാക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രം വീണ്ടും ദേഷ്യപ്പെടണം. അപ്പോൾ വേദ പറയണം, നിങ്ങൾക്ക് എന്നെ കൂലിക്കാരിയാക്കാം, അതിൽ കുഴപ്പമില്ല. ഞാൻ ഒരു കടമയ്ക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അത് നിങ്ങൾ എത്ര ചീപ്പായിട്ടാണ്, എത്ര മോശമായിട്ടാണ് നിങ്ങൾ വിലയിരുത്തുന്നത്. ഒരു കൂലിപ്പണിക്കാരെ പോലെയാണ് നിങ്ങൾ എന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് എത്ര മോശം, നിങ്ങളിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, വളരെ മോശമായിട്ടുള്ള ബിഹേവിയറാണ് നിങ്ങളിപ്പോൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ടും വേദയ്ക്ക് വളരെയധികം ദേഷ്യം വരാണ് കേട്ടോ. വേദയൊക്കെ പറയുമ്പം വിക്രമിന് മറുപടി ഒന്നും പറയാനില്ലാതെ വിക്രം ആകെ അന്താളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, ശരി നീ അത് വിട്ടുകളയും, ഞാൻ അത് അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട്. ശരി, ഏതായാലും നിങ്ങൾ പോയിട്ട് റെഡിയായിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പഴയ ടോക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം പുതിയ എപ്പിസോഡിനായിട്ട്. താങ്ക് യു.